താമരശ്ശേരി ചുരത്തിൽ ശക്തമായ മണ്ണിടിച്ചിലാണ്. അവിടെ ഗതാഗതം നിരോധിച്ചു. അടിവാരത്തും ലക്കിടിയിലും വാഹനങ്ങൾ തടയുന്നു. സ്ഥലത്ത് ശക്തമായ മണ്ണിടിച്ചിലാണ്. ഇപ്പോൾ സാനിയ മനോമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നും മണ്ണിടിഞ്ഞു വീഴുന്നുണ്ട്. അത് ലൈവായി തന്നെ നമ്മുടെ ദൃശ്യങ്ങളിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. സാനിയ മനോമിയുണ്ട്. സാനിയ മനോമി, താമരശ്ശേരി ചുരം വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. ഡോക്ടർ അരുൺകുമാർ, താമരശ്ശേരി ചുരം വഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചതായാണ് താമരശ്ശേരി ഡിവൈഎസ്പി അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ കനത്ത മണ്ണിടിച്ചിലാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അല്പസമയം മുൻപ് നമ്മളിവിടെ നിൽക്കുമ്പോൾ വലിയ ശബ്ദത്തോടുകൂടി മണ്ണും പാറക്കല്ലുകളും ഇടിഞ്ഞു താഴേക്ക് വരികയാണ്. ഇപ്പോഴും നമുക്ക് മേലേന്ന് മണ്ണും പാറക്കല്ലുകളും ഇടിഞ്ഞു താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ തന്നെ ചുരത്തിലേക്ക് നേരത്തെ കയറി ആ വാഹനങ്ങൾ ഇവിടെ ഇപ്പോൾ സ്റ്റക്കായി നിൽക്കുകയാണ്. കാരണം വാഹനങ്ങൾ കടത്തിവിടാൻ സാധിക്കുന്ന ഒരു അവസ്ഥയല്ല. വലിയ തരത്തിൽ മണ്ണും കല്ലും ഇടിഞ്ഞ് താഴെ റോഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നല്ല ശബ്ദത്തോടു കൂടിയാണ് ഇത്തരത്തിൽ മണ്ണും കല്ലും ഇടിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അല്പസമയം മുൻപ് ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് മണ്ണും അതുപോലെ നിരവധി കല്ലുകളും താഴേക്ക് ഇടിഞ്ഞു വീണു. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ വാഹനമാകെ തടഞ്ഞിരിക്കുകയാണ്. ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ മണ്ണിടിയുന്നതായി കാണാനുണ്ട്. മറ്റ് ചില ഭാഗങ്ങളിൽ നിന്നും മണ്ണിടിയുന്നതായാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. ഈ നീരൊഴുക്ക് ഇങ്ങനെ ഉള്ളതുകൊണ്ടാണ് മണ്ണ് വീണ്ടും വീണ്ടും ഇടിയുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നല്ല ശബ്ദത്തോടു കൂടിയാണ് മണ്ണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇവിടെ ഇപ്പോൾ നിരവധി വാഹനങ്ങൾ സാനിയോ, ചുരത്തിൽ ഇപ്പോൾ ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. അവിടെ ശക്തമായ മഴയുമുണ്ട്. ഈ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ തന്നെ മണ്ണും പാറക്കല്ലും ഒക്കെ വീഴുകയും ചെയ്യുന്നുണ്ട് അല്ലേ? അതെ, റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ മാത്രമല്ല അല്പസമയം എന്നുള്ളതാണ്. നല്ല മണ്ണും കല്ലുകളും ഒരുമിച്ച് താഴേക്ക് വീഴുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ദൃശ്യങ്ങളിൽ സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും മണ്ണിടിയുന്നുണ്ട്. നല്ല വെള്ളം കുത്തി ഒഴുകുന്ന സാഹചര്യമുണ്ട്. വലിയ കല്ലുകൾ താഴേക്ക് പതിക്കുന്നുണ്ട്. വലിയ അപകടാവസ്ഥയിൽ തന്നെയാണ് ചുരം ഇപ്പോഴും ഉള്ളത്. അരുൺ, ആ ദൃശ്യങ്ങൾ നമ്മളെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ. വീണ്ടും മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളിൽ നിന്ന് വീണ്ടും മുകളിൽ നിന്ന് മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ നമുക്ക് സുരക്ഷിതമല്ല. മണ്ണിടിച്ചിലാണ്. അപ്പൊ പുതുതായിട്ട് വാഹനങ്ങളൊന്നും അടിവാരത്തു നിന്നും കയറ്റിവിടുന്നില്ല. മുകൾ ഭാഗത്ത് ലക്കിടിയിൽ നിന്നും കയറ്റിവിടുന്നില്ല. വാഹനങ്ങൾ കുറ്റ്യാടി ചുരം വഴി പോവുക എന്നതാണ് മുൻപിലുള്ള മാർഗം അല്ലേ? അതെ, അത് മാത്രമാണ് മാർഗം. നിലവിൽ കയറിപ്പോയ വാഹനങ്ങൾ മാത്രം ഇപ്പോൾ ചുരത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. കാരണം ഈ വഴി ഇപ്പോൾ കടത്തിവിടുക അസാധ്യമാണ്. വലിയ ശബ്ദത്തോടെ മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുന്നത് വലിയ അപകട സാധ്യത ഉണ്ടാക്കുമെന്നുള്ളതിനാൽ നിലവിൽ ചുരത്തിൽ കയറിപ്പോയ വാഹനങ്ങൾ ചുരത്തിൽ തന്നെ സ്റ്റക്കായിരിക്കുകയാണ്. പക്ഷേ പുതിയ വാഹനങ്ങളൊന്നും തന്നെ അടിവാരത്ത് നിന്ന് ഇങ്ങോട്ട് കയറ്റിവിടുന്നില്ല. ലക്കിടിയിൽ നിന്ന് നേരത്തെ കയറിയ വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചിരിക്കുന്നു. താമരശ്ശേരി ചുരത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക. താമരശ്ശേരി ചുരം വഴി യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മറ്റു വഴികൾ തേടുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കുറ്റ്യാടി ചുരമൊക്കെ കയറി ഇനി പോകേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുവഴി യാത്ര അല്പം അപകടം പിടിച്ചതാണ്. അവിടെ മണ്ണിടിയുന്നുണ്ട്, പാറക്കഷ്ണം ഇടിയുന്നുണ്ട്. ഇത് കാണുമ്പോൾ ചില പ്രേക്ഷകർക്ക് തോന്നാം ഇച്ചിരിയല്ലേ ഇടിഞ്ഞിട്ടുള്ളൂ എന്ന് തോന്നാം. അങ്ങനെയല്ല, വലിയ രീതിയിൽ മണ്ണും പാറയും മരവും ഒക്കെ വന്ന് വീണിരുന്നു. ഭാഗ്യത്തിന് അവിടെ വാഹനങ്ങൾ ഇല്ലാതിരുന്നത് കൊണ്ട് വലിയ അപകടം ഒഴിവായി. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ. അതുവഴിയുള്ള യാത്ര നിരോധിച്ചിട്ടുണ്ട്. താമരശ്ശേരി ചുരം വഴി മുകളിലേക്കും താഴേക്കും ഇറങ്ങുന്നവർ മറ്റു മാർഗ്ഗങ്ങൾ തേടുക.